നമസ്കാരം ട്രേഡേഴ്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിനും ഏറ്റവും ബെസ്റ്റ് ട്രേഡ് ഏതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമുക്കിന്ന് കാണാം, ഇന്ന് ഭയങ്കര ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അത് ഞാൻ ഫോളോ ചെയ്തു. ഇപ്പോൾ ഇങ്ങനെ വീണു, കുറച്ച് സൈഡ് വേസ് പോയി, കൈൻഡ് ഓഫ് ഒരു ഡബ്ല്യു പാറ്റേൺ ഉണ്ടാക്കി മുകളിലേക്ക് പോയി. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ ക്ലിയർ ഒരു ഫ്ലാഗ് പാറ്റേൺ. ഇത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ട്രേഡ് ഉള്ളത്. അത് ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ലോ കട്ട് ചെയ്യുമ്പോഴാണ് ട്രേഡ്. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് ഇതൊക്കെ ഡബ്ല്യു പാറ്റേൺ തോന്നും കുറേ പേർക്ക്. അപ്പോൾ ഇവിടെ കുറേ പേര് കയറും, അവരുടെ ഒക്കെ സ്റ്റോപ്പ് ലോസിൻ്റെ താഴെ ഉണ്ടാവും. അപ്പോൾ അത് ട്രിഗർ ചെയ്യാൻ വേണ്ടി വന്നു, അടിച്ചു. നല്ല ഫോളായിട്ട് മാർക്കറ്റ് നല്ല വീഴ്ചയാണ് ചെയ്യണത്. അപ്പോൾ നല്ല ട്രേഡ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു ലോ കട്ട് ചെയ്യുമ്പോഴാണ് താഴേക്കുള്ളൊരു ട്രേഡ് ആണെന്നുള്ളത്. ഇനി നിഫ്റ്റി ഫ്യൂച്ചർ നോക്കുമ്പോൾ സെയിം തന്നെ. ഫ്യൂച്ചർ ചാർട്ടിൽ ഈ ലോ ശരിക്കും അത് ഫ്ലാഗ് തന്നെയാണ്, ബിയറിഷ് ഫ്ലാഗ് എന്ന് പറയും. അതിൻ്റെ ഇപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡലൊക്കെ കാണുമ്പോൾ കുറേ റിട്ടേലേഴ്സ് ആയിരിക്കും മാർക്കറ്റ് ഇപ്പോൾ പറന്ന് വീണ്ടും കയറി പോകുന്നു. അത് റിട്ടേലേഴ്സിന് ട്രാപ്പാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കുറേ ഈ ഗ്രീൻ വരുമ്പോൾ കുറേ സ്റ്റോപ്പ് ലോസ് കൂടെ കയറും. അപ്പോൾ ഈ ലോ കട്ട് ചെയ്തപ്പോൾ ആ മൊമെൻ്റാണ് നല്ലൊരു ഫോളോ വന്നത്. അത് നേരെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇതാണ് നല്ല ട്രേഡ്, ബിയറിഷ് ഫ്ലാഗ് ആണ് കേട്ടോ. ഇനി ബാങ്കിൽ വെക്കുമ്പോഴും കൈൻഡ് ഓഫ് ആ സെയിം ട്രേഡ് തന്നെയാണ് ഉള്ളത്. ഏറ്റവും നല്ല നിഫ്റ്റിയിൽ തന്നെയായിരുന്നു. ഫ്യൂച്ചർ ചാർട്ടിൽ നോക്കുമ്പോൾ സെയിം ആ ഒരു ട്രേഡ് തന്നെയാണ്. സെൻസെക്സിലും ആ ഫ്ലാഗ് തന്നെ, ബിയറിഷ് ഫ്ലാഗ് തന്നെ. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ എത്ര ടച്ചാന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ 1 2 3 4th ടൈം ബ്രേക്ക് ചെയ്തു, നല്ല മൊമെൻറ്റത്തിൽ താഴേക്ക് വീണു. മിഡ് നമ്മൾ പറഞ്ഞ പോലെ ഡേ ചാർട്ട് ഇട്ട് നോക്കുമ്പോൾ ആ ലോ കട്ട് ചെയ്തപ്പോൾ നല്ല പക്ക ഡൗൺ ട്രെൻഡായി. ഈ ലോ കട്ട് ചെയ്തു, മാർക്കറ്റിന് താഴേക്ക് തന്നെയാണ് ഫോള്. ആരും ലോങ് ടൈം ഒന്നും വാങ്ങിച്ചിടരുത്. മാർക്കറ്റ് ഇങ്ങനെ പതുക്കേശ നമ്മൾ പറഞ്ഞത് താഴേക്ക് തന്നെ ഇങ്ങനെ വീഴുന്നു. പക്ഷെ നമ്മളറിയാത്ത പോലെയാണ് വീഴുക. ഇപ്പോൾ നാളെ അടുത്ത ദിവസം ഗ്രീൻ ക്യാൻഡിലായിരിക്കും, മറ്റേത് ഗ്യാപ്പ് ഡൗൺ തുടങ്ങിയിട്ട് വീണ്ടും അങ്ങനെ സ്റ്റെപ്പായിട്ടാണ് വീഴുക. നമ്മൾ നോക്കുമ്പോൾ കുറച്ച് നേരം നമുക്ക് വീണിട്ടുണ്ട്, പക്ഷേ നമുക്കതിൽ നിന്നും നല്ല ട്രേഡ് എടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ നിഫ്റ്റി ഒക്കെ വീണു, ഒന്ന് റിട്രസ് ചെയ്ത് ഇപ്പോൾ വീണു. ഇനി നാളെ ഒന്ന് റിട്രസ് ചെയ്യും, എന്നിട്ട് വീണ്ടും വീഴും. അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യാട്ടോ. ഇനി നാളത്തേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മേ ബി ഓപ്പൺ അനുസരിച്ചിരിക്കുമ്പോൾ ഭയങ്കര ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ സൈഡ് വേസ് ഒരു അപ് ട്രെൻഡ് പോലെ, റിട്രസ്മെൻറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എപ്പോഴും മാർക്കറ്റ് നല്ല ഫോളോ ആണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വീണു വിചാരിക്കും, എത്ര വീണു അതിന് ഇതിൻ്റെ പകുതി സമയം സൈഡ് വേസ് കൊടുക്കുക, എന്നിട്ട് അടുത്ത ട്രേഡ് മുകളിലേക്ക് താഴേക്ക് പ്ലാൻ ചെയ്യാം. കൂടുതലും കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ്. ഇപ്പോൾ ഡേ ചാർട്ട് നോക്കുമ്പോൾ ഇത്ര ഫോളോ ചെയ്താണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു റിട്രസ്മെൻറ്റ് ഉണ്ടാവും. റിട്രസ്മെൻറ്റ് ഭയങ്കര ഹ്യൂജ് അല്ല, ചെറിയൊരു റിട്രസ്മെൻറ്റ്. ഓക്കെ, ഇനി വീണ്ടും അങ്ങനെ താഴേക്ക് വരാനുള്ള ചാൻസസ് കുറവാണ് എന്ന് വെച്ചാൽ ഇൻട്രാഡേയിൽ കിട്ടാം. മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് തന്നെയാണ്, പക്ഷേ പതുക്കെ ആയിരിക്കും വീഴുക.